നമസ്കാരം. കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പോക്ക്. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ജനം വിധി എഴുതിയതിനെ തുടർന്ന് ഈ വരുന്ന 2025 വരുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലേക്ക് ഒരു മാർഗരേഖ വയനാടിൽ കൂടിയ കോൺഗ്രസിൻ്റെ കോൺക്ലേവ് മിഷൻ 2025 കഴിഞ്ഞ് അതിൻ്റെ അവതരണ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് DCCയിൽ അവതരിപ്പിക്കാനിരിക്കെ വി ഡി സതീശനും KPCC പ്രസിഡന്റ് സുധാകരനും തമ്മിലുള്ള വാക്തർക്കം പോര് മുറുകുന്നു. അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് KPCCയിലെ പല കാര്യങ്ങളിലും പ്രസിഡന്റിനേക്കാൾ ഒരു സൂപ്പർ പ്രസിഡന്റ് ആകാൻ മുതിരുന്നു എന്നാണ് സുധാകരൻ ക്യാമ്പിൻ്റെ ആക്ഷേപം. നേരെ മറിച്ച് മിഷൻ 2025 രൂപം നൽകിയ വി ഡി സതീശന് വേണ്ട പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് സതീശൻ പക്ഷത്തിൻ്റെ തിരിച്ചുള്ള മറുപടി. ഇങ്ങനെ ഈ സതീശനും വി ഡി സതീശനും സുധാകരനും സുധാകരനും തമ്മിലുള്ള വാക്കുതർക്കം മൂർച്ഛിച്ചതിൻ്റെ ഫലമായി വയനാടിൽ നടന്ന മിഷൻ 2025 റിപ്പോർട്ട് തിരുവനന്തപുരത്ത് DCC ഓഫീസിൽ ഇക്കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കേണ്ടിയിരുന്നത് വി ഡി സതീശനായിരുന്നു. എന്നാൽ വി ഡി സതീശൻ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തില്ല. കൊടിക്കുന്നിൽ സുരേഷാണ് ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. സുധാകരൻ പ്രസ്തുത പരിപാടി കഴിഞ്ഞിറങ്ങിയ സുധാകരന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തനിക്ക് വി ഡി സതീശനുമായി യാതൊരു പ്രശ്നമില്ലെന്നും അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ടാലും ഞാൻ ചായ മേടിച്ചു കൊടുത്ത് പറഞ്ഞയക്കും എന്നും ഒക്കെ ഒരു സൗഹൃദ സംഭാഷണം പോലെ പറഞ്ഞ് സുധാകരൻ മാറി. പിന്നെ ഇത്തരത്തിൽ ഒരു വയനാട് നടന്ന ഒരു കോൺക്ലേവ്, ആ കോൺക്ലേവിലുണ്ടായ തർക്കങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് കോൺഗ്രസ്സിന് ഉണർവ് ഉണ്ടാകുകയുള്ളൂ എന്ന് സുധാകരൻ പറഞ്ഞു നിർത്തി. എന്നാൽ വി ഡി സതീശൻ മറുപടി താൻ പാർട്ടിക്ക് അതീതനല്ലെന്നും തന്നെ ആർക്കും വിമർശിക്കാമെന്നും വിമർശനത്തിലൂടെയേ ആരും നന്നാവുള്ളൂ എന്നും തിരിച്ചൊരു മറുപടിയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഫലത്തിൽ എന്തായാലും ഇന്ന് കൊല്ലത്ത് നടക്കുന്ന ഈ കോൺക്ലേവിൻ്റെ ബാക്കി മറ്റു കമ്മിറ്റികൾക്ക് വി ഡി സതീശൻ പങ്കെടുക്കുന്നില്ല. നിലവിൽ ഇത്തരത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്ക് ഒരു മറുപടി കൊടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ കോൺഗ്രസ് തുടക്കത്തിലെ തന്നെ കല്ലുകടി ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസ്സിന് തന്നെ ഭാവിയിൽ ദോഷമായി തീരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല.